ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് കുറച്ച് ടീച്ചേഴ്സിനെ അറസ്റ്റ് ചെയ്ത കാര്യം എല്ലാ മീഡിയയിലും വളരെ ആഘോഷപരമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ആ കാര്യം. ഈ ഓപ്പറേഷൻ തൂഫാൻ ഓഫ് കോഴ്സ് ഐ അഡ്മിറ്റ് ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോഗ്രാം. ഞാൻ അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഹോം മിനിസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ പോലീസിനെയൊക്കെ സല്യൂട്ട് ചെയ്യുന്നത്. ബിഗ് സല്യൂട്ട് ഫോർ ദം. ബട്ട് അറ്റ് ദ സെയിം ടൈം അറൗണ്ട് 9,000 കേസസ് ഹാവ് ബീൻ രജിസ്റ്റർഡ്, ഇറ്റ് ഹാസ് ബീൻ സെറ്റ്. അപ്പോൾ 9,000 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ പല ആൾക്കാരെയും ആയിരക്കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ല 10,000 ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും 4 ടീച്ചർമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതൊരു വലിയ ആഘോഷമാക്കുകയാണ് എല്ലാ മീഡിയകളും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ടീച്ചേഴ്സും മറ്റ് പ്രൊഫഷനെ പോലെ തന്നെ ഇതൊരു ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്നതിന് മറ്റൊരു തലം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു 10-25 വർഷമായിട്ട് ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നതാണ്. ഇപ്പോഴും ഒരു പ്രിൻസിപ്പാളായിട്ട് ജോലി ചെയ്യുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് സൊസൈറ്റി ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷന് ഇത്രത്തോളം വാല്യൂ കൊടുക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു മേസനെ പോലെ, ഒരു വാർക്കപ്പണിക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു ബുച്ചറിനെ പോലെയോ ഒരു ഫിഷർമാനെ പോലെയോ ഒക്കെ ഉള്ള ഒരു ജോലി അത്ര തന്നെയല്ലേ ഉള്ളൂ. അവരോ അതേപോലെ ഡെയിലി ജോലി ചെയ്യുന്നു, അവരുടെ സാലറി മേടിക്കുന്നു, പിന്നെ അവരുടെ ജീവിത ചിലവുകൾ നടത്തുന്നു, അവരുടെ ജീവിതം നോക്കുന്നു. അത്ര അല്ലാതെ മറ്റൊരു തലത്തിലേക്ക് ഒരു ടീച്ചറിൻ്റെ ലൈഫിനെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മൊറാലിറ്റി ഒന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റോങ് കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ഫാൾസ് നോഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടീച്ചിങ് ആണ് അല്ലെങ്കിൽ സ്കൂളാണ് ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷന് വലിയൊരു ഭാഗമാവുന്നതെന്നൊക്കെ. ഐ ഡോണ്ട് സേ ദാറ്റ്. സ്കൂൾ ഒരിക്കലും ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷന് ഒരു ഭാഗമാകുന്നില്ല. അല്ല, ആ കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ ആ സൊസൈറ്റി അല്ലെങ്കിൽ അവരുടെ ഫാമിലി, അവർ സൊസൈറ്റി എന്ന് ഞാൻ പറയുമ്പോൾ സൊസൈറ്റി നമ്മുടെ ഈ ലിമിറ്റഡ് ഏരിയ ഓഫ് പ്ലേസ് വെയർ ദ ചൈൽഡ് ഈസ് ലിവിങ്, ഇറ്റ് ഈസ് നോട്ട് സോ. ദ ഹോൾ വേൾഡ് ഐ മീൻ, ബിക്കോസ് ദ ഹോൾ വേൾഡ് ഈസ് എ സൊസൈറ്റി ഫോർ എ ചൈൽഡ് നൗ. It was in the past that there was a restricted area where the child was living that was considered as a society. It is not like that today. So the whole world is a society of the child today. So the world decides what the child has to be and it creates the character of the child. And the teacher doesn't do that. If it is so, see, I'll tell you, എൻ്റെ പപ്പ സ്കൂളിൽ പോയത് 4ാം ക്ലാസ് വരെയാണ്. ഞാൻ MPhil വരെ പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് നിശ്ചയമായിട്ടും അറിയാൻ പറ്റും എൻ്റെ പപ്പായനേക്കാളും മോശം ക്യാരക്ടർ എൻ്റെയാണ്. സ്കൂളിൽ പോയതുകൊണ്ട് ക്യാരക്ടർ നന്നാവാനാണ് എൻ്റെ പപ്പായുടെ ക്യാരക്ടറായിരുന്നു മോശമാവേണ്ടത്. ബട്ട് അങ്ങനെയല്ല. അതുപോലെ എഡ്യൂക്കേഷനാണ് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത് എന്നൊക്കെ പറയും. ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത് ഒരിക്കലും എഡ്യൂക്കേഷനല്ല ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. ദാറ്റ് ഈസ് എ ഫാൾസ് നോഷൻ. ആ കുട്ടിയിലുള്ള ടാലൻ്റാണ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. ഓരോ കുട്ടിയിലും വ്യത്യസ്തമായ ടാലൻ്റ് ഉണ്ട്. നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും ആ കുട്ടിയുടെ ആ ടാലൻറ്റ് മാത്രമേ ഡെവലപ്പ് ആവുന്നുള്ളൂ, അല്ലാതെ മറ്റൊരു ടാലൻറ്റ് ഡെവലപ്പ് ആവുന്നില്ല. ഒരു കുട്ടിയുടെ ഫ്യൂച്ചറിനെ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കൂളുകളോ നിശ്ചയിക്കാൻ പറ്റില്ല. ദാറ്റ്സ് എ ഫാൾസ് നോഷൻ. ഇറ്റ്സ് എ റോങ് ഐഡിയ. വി ഡോണ്ട് സേ ദാറ്റ് അഗെയിൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക്, വൺ ഓഫ് ദ റിച്ചസ്റ്റ് പേഴ്സൺസ് ഇൻ ദ വേൾഡ്, ഇലോൺ മസ്കിന് 13 കുട്ടികളുണ്ട്. 14 കുട്ടികളുണ്ടായിരുന്നു, ഒരു കുട്ടി മരിച്ചുപോയി. 13 കുട്ടികളുണ്ട്. ഈ 13 കുട്ടികളും സ്കൂളിൽ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം തന്നെ ഒരു ജോക്കായിട്ട് പറയണതാണ്, എൻ്റെ കുട്ടികൾക്ക് ആവശ്യമുള്ളതൊന്നും സ്കൂളിൽ കൊടുക്കുന്നില്ല, ഞാൻ എൻ്റെ കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ല. അപ്പം ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടുള്ള എലോൺ മസ്ക് പോലും കുട്ടികളെ സ്കൂളിൽ വിടുന്നില്ലെന്ന് പറയുമ്പം ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ സ്കൂളാണ് നിശ്ചയിക്കുന്നതെങ്കിൽ എന്തായാലും അദ്ദേഹം സ്കൂളിലേക്ക് വിടേണ്ടതായിരുന്നു. വിടുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. സ്കൂൾ നടത്തുന്നവർക്ക് മാത്രമാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളത്. ഈ സ്കൂൾ എന്നൊക്കെ ഞാനിപ്പോഴും സ്കൂളിനെ എൻ്റെ ഒരു സ്മോൾ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഞാൻ എപ്പോഴും പറയുന്നത്, സ്കൂൾ എന്ന് പറയുന്നത് ഒരു പെറ്റ് കെയർ ഷോപ്സൊക്കെ ഇല്ലേ. നമ്മളിപ്പം പുറത്തേക്കൊരു നമ്മുടെ വില്ലേജ് വിട്ട് നമ്മുടെ വീട് വിട്ട് നമ്മൾ പുറത്തേക്ക് ഒരു 1 day or 2 days ഒക്കെ പിക്നിക്കോ ടൂറൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ പെറ്റ്സിനെ, നമ്മുടെ ഡോഗിനെയും ക്യാറ്റിനെ, നമ്മുടെ വീട്ടിലുള്ള ക്യാറ്റിനെയും ഡോഗിനെയും ഒക്കെ തൽക്കാലത്തേക്ക് കൊടുത്തിട്ട് പോകുന്ന ഒരു സ്ഥലം, പെറ്റ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ പെറ്റ് ഡേ കെയർസ്. അപ്പോൾ അതുപോലൊരു സ്ഥലം മാത്രമാണ് സ്കൂള്. ഈ പട്ടിനെയും പൂച്ചനെയൊക്കെ നമ്മളൊരു ഡേ കെയർ ലഭിച്ചിട്ട് പോകുന്ന പോലെ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനും സ്വന്തമായിട്ട് ജീവിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുവരെ കുട്ടീനെ താമസിപ്പിക്കാനും കുട്ടീനെ അയക്കാനും പറ്റുന്ന ഒരു സ്ഥലം മാത്രമാണ് സ്കൂള്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാല്യം സ്കൂളിന് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. അവരവരുടെ പ്രൊഫഷൻ ചെയ്തോട്ടെ, അവരതിന് പോയിക്കോട്ടെ. അതിന് ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്നത്തെ ജോലി ചെയ്യാം,
അതല്ലാണ്ട് മറ്റ് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇക്കാര്യത്തിന് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇന്നത്തെ ജോലി ചെയ്യുക, ഇന്നത്തെ കാശ് മേടിക്കുക, നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. ഒരു ടീച്ചറിന് ഒരു റോഡ് സൈഡിൽ നിന്നൊരു സ്മോക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്ന് വെച്ചാൽ ടീച്ചർ എന്ന് പറയുന്നത് വേറൊരു ലെവലിലായിട്ട് കണക്കാക്കിയിരിക്കുക. അവർക്കൊരു പ്രത്യേക ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സൊസൈറ്റി. ഒരു ലിക്കർ ഷോപ്പിൽ പോയിട്ട് ഒരു കുപ്പി മദ്യം മേടിക്കാൻ പറ്റില്ല. ഒരാളോട് ഒരു ഇഷ്ടം തോന്നിയാൽ പ്രേമം പോലും പറയാൻ പറ്റാത്ത സാഹചര്യം. ഓഫ് കോഴ്സ് യു ആർ എ ടീച്ചർ എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നിരിക്കുക. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്നത് അത്രയൊന്നും ഒരു എക്സ്പോഷർ കൊടുക്കേണ്ട ആളൊന്നുമല്ല. ടീച്ചർ എന്ന് പറയുന്നത് ഒരു തൽക്കാലത്തേക്ക് ഡേ കെയറിലേക്ക് അയക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ അവരുടെ ഏജ് ആകുന്നത് വരെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അയക്കുന്ന ഒരു സ്കൂളിൻ്റെ കുട്ടികളെ നോക്കുന്ന ഒരു ആൾ മാത്രം. അതിനപ്പുറത്തേക്ക് ടീച്ചർ എന്ന് പറയുന്നതിന് മറ്റൊരു വാല്യൂ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഈ ടീച്ചറിനെ ഇത്രയധികം ഒരു MDMA കേസുകളിൽ പിടിക്കപ്പെട്ട ടീച്ചേഴ്സിന് ഇത്രയധികം ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഞാൻ കാണുന്നില്ല. അതിപ്പോൾ ഒരു മീഡിയയിൽ ആരായാലും നിങ്ങളുടെ അഭിപ്രായം വ്യത്യാസമായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.